ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ വിജയലക്ഷ്മി അവിടെ വീട്ടിൽ വന്നേക്കുവാണ്. അപ്പം രാധിക പറയുന്നുണ്ട്, ഞാൻ തന്നെ സ്വീകരിച്ചോളാന്ന്. അതിന് കാഞ്ചനയോട് ആരതിയൊക്കെ എടുത്തിട്ട് വരാൻ പറയുന്നു. കാഞ്ചന ആരതിയൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും അവർ ആരതിയൊക്കെ ഒഴിഞ്ഞ് വിജയലക്ഷ്മിയുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുവാണ്. അപ്പോഴത്തേക്കും ഗീതു പറയുന്നുണ്ട്, ആരതി ഒഴിയേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അതൊക്കെ വേണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഗീതുവിന് മനസ്സിലായി ഇവരെന്തോ പണി ഒപ്പിച്ചിട്ടുണ്ട്, എന്തോ വലിയ പണിയുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ഈ രാധിക ഇവരെ വിജയലക്ഷ്മിന് ഇത്ര ആരതി ഒഴിഞ്ഞൊക്കെ ഉള്ളിലേക്ക് കയറ്റുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ വരുണു അവിടെ ഉണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, വലതുകാല് വെച്ച് തന്നെ ഉള്ളിലേക്ക് കയറിക്കോളാൻ പറഞ്ഞ് സ്വീകരിച്ച് അകത്തേക്ക് കയറ്റുവാണ്. ഇങ്ങനെ കയറാൻ പറഞ്ഞിട്ട് വരുണും രാധികയും കൂടെ അകത്തേക്ക് കയറി പോവുകയാണ്. അതിനുശേഷം അവർ അകത്തേക്ക് കയറിപ്പോയതിന് ശേഷം ഗീതു പറയുന്നുണ്ട്, അമ്മേ കയറി വാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ വലതുകാലം വെച്ച് തന്നെയാണ് വിജയലക്ഷ്മി അകത്തേക്ക് കയറി ചെല്ലുന്നത്. അപ്പോഴത്തേക്കും അവരിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മേ, അപ്പം വിജയലക്ഷ്മി പറയുന്നുണ്ട്, ഞാൻ ഇപ്പം വന്നത് വേറെ പ്രത്യേകിച്ച് ഒരു ആവശ്യമൊന്നും ഇല്ല, വെറുതെ ഞാൻ വന്നതാന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ഗീതുവിന് മനസ്സിലാകും ഗോവിന്ദനെ കാണാൻ തന്നെയാണ് വന്നതെന്നുള്ള കാര്യമൊക്കെ. അതിനുശേഷം നീ എൻ്റെ ഇവിടുത്തെ എന്താണേലും രഞ്ജു വരണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും, രഞ്ജു എന്താണെങ്കിലും വരണ്ട, അമ്മയ്ക്ക് യുഎസിൻ്റെ ട്രിപ്പ് അതുള്ളതല്ലേ, വർക്കുള്ളതല്ലേ, ട്രിപ്പിന് പോകേണ്ടതല്ലേ, അപ്പോൾ പിന്നെ അമ്മ ഇവളെ കൊണ്ടുപോകണ്ട, ഇവളിവിടെ തന്നെ നിൽക്കട്ടെ. അപ്പോൾ പറയും, ഇവളിവിടെ എല്ലാവർക്കും ഒരു പ്രശ്നമായിട്ടല്ലേ, ഇവളിവിടെ നിൽക്കേണ്ട, എൻ്റെ ഇവിടുത്തെ പോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം അവിടെ ഒരു ഡിവൈസ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഡിവൈസ് രാധികാമ്മയും വരണും കൂടിയാണ് അവിടെ ഒരു ഡിവൈസ് വെച്ചിട്ട് അവർ മുകളിൽ പോയി നിന്നിട്ട് ഇവരിങ്ങനെ കയറി വരുന്നതും സംസാരിക്കുന്നതൊക്കെ ഇങ്ങനെ ഈ ഡിവൈസിൽ കണക്ട് ചെയ്തിട്ട് ഇവർ ഹെഡ്സെറ്റ് വഴി ഇത് കേൾക്കുന്നുണ്ട്, ഇവർ സംസാരിക്കുന്നത് എന്താണെന്നറിയാൻ വേണ്ടി. അതേസമയം പിന്നെ ഇവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി ഇവരിങ്ങനെ മുകളിൽ നിന്ന് നോക്കുന്നുമുണ്ട്. അതിനുശേഷം ഈ കാഞ്ചന അവിടെ ചെന്ന് ഒളിഞ്ഞു നോക്കുക കേട്ടോ. അപ്പോൾ കാഞ്ചന ഒളിഞ്ഞു നോക്കുമ്പോഴത്തേക്കും ഇവിടെ ചിലർക്ക് ഒളിഞ്ഞു നോട്ടം ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും പോയെന്ന് പറഞ്ഞിട്ട് ഗീത ഓടുന്ന കാഞ്ചനനെ ഓടിക്കും കേട്ടോ. അതിനുശേഷം പിന്നെയും ഇവരിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പറയും, മോളാന്നുള്ള കാര്യമൊക്കെ നമുക്ക് പയ്യെ പറഞ്ഞാൽ മതി, ഞാൻ അറിഞ്ഞു എന്ന് ആരും വിചാരിക്കേണ്ട, അറിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാകും എന്നുള്ളൊരു കാര്യമൊക്കെ ഗീത പതിയെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെയും കാഞ്ചന വന്ന് നോക്കൂട്ടോ, ഈ പൂച്ച എന്നാ ഇവിടെ വന്ന് നിൽക്കുന്നത്, ചില കള്ള പൂച്ചകളുണ്ട് ഇവിടെ വന്നിങ്ങനെ ഒളിഞ്ഞു നോക്കുമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുക കേട്ടോ. അതേസമയം രാധിക വരുണിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇവളെ എല്ലാ കാര്യങ്ങളും മുന്നിൽ നിർത്തി കളിപ്പിക്കുന്നത് വിജയലക്ഷ്മി പറയുന്ന അനുസരിച്ചാണ് ഇവളുടെ ഓരോ പ്ലാനുകളും ഇവിടെ നോക്കുന്നതെന്ന് പറയുന്നു. അതിനുശേഷം വിജയലക്ഷ്മി പറയുന്നുണ്ട്, നിങ്ങളെ അക്കരെ ഇക്കരെ നിന്ന്, ആൺകിളിയും പെൺകിളിയും അക്കരെ ഇക്കരെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഒന്നാകുന്നത്, നിങ്ങൾ എന്തുവാ ഇതുവരെ നിങ്ങളുടെ പ്രണയമൊന്നും തുറന്നു പറയാത്തത്, നിങ്ങളെ എങ്ങനെയും ഒന്നിപ്പിക്കണം, എനിക്ക് അതായിരുന്നു, അത് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ വിജയലക്ഷ്മി പറയുന്നുണ്ട്. അപ്പോൾ പറയും, എന്താണെങ്കിലും അതിനുള്ള പ്ലാനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ആൺകിളീനെ പെൺകിളിയും കൂടെ ഒന്നിക്കാനുള്ള വഴിയൊക്കെ ഞാൻ എൻ്റെ മനസ്സ് തുറക്കാനുള്ള വഴിയൊക്കെ ഇന്ന് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഗീതു പറയുന്നുണ്ട്. അപ്പോൾ പറയും, എന്താണേലും അത് മതി, അമ്മയ്ക്ക് അത്രയും കേട്ടാൽ മതി. അപ്പോഴത്തേക്കും പറയും, നീ ഇവരെ രണ്ടുപേരെയും കൂടെ ഒന്നിപ്പിക്കാൻ നോക്കിയോ രഞ്ജു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ രഞ്ജു പറയും, എവിടെ ഒന്നും നടക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ രഞ്ജു ഇങ്ങനെ പറയുന്നുണ്ട്. എൻ്റെ എല്ലാ സപ്പോർട്ടും ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അമ്മയ്ക്ക് അത് നിങ്ങൾ ഒന്നിച്ചെന്ന് കേൾക്കുന്നതാണ്, നീ മനസ്സ് തുറന്ന് അവൻ്റെ അടുത്ത് സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് രാധികാമ്മ അറിയുന്നത് ഇവരുടെ ഇതുവരെ അവളുടെ അടുത്ത് ഗോവിന്ദും ഗീതും ഇതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരുടെ ഇഷ്ടം പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഇവരെ പറയുന്നുണ്ട്. വരുണിൻ്റെ അടുത്ത് പറയുവാണ് ഇത് കേട്ടിട്ട്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എന്നിട്ടാണോ ഗീതു പ്രഗ്നൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ് നടന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അത് നമ്മളെ പണി തരാൻ വേണ്ടി അവൾ ചുമ്മാ അഭിനയിച്ചതാണെന്ന് രാധികാമ്മ വരുണിൻ്റെ അടുത്ത് പറയാം. നമ്മളപ്പോൾ പുറകെ നടക്കുമെന്ന് അവൾക്കറിയാം, അതുകൊണ്ട് തന്നെ അവൾ നമ്മളെ ഒന്ന് ആക്കാൻ വേണ്ടി ചെയ്ത പണിയാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയാം, അമ്മ എന്താ അവർ പറയുന്നതെന്ന് ബാക്കി അവിടെ നിന്ന് കേക്കെന്ന് പറയുന്നുണ്ട്. കേക്കും അമ്മടാന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അവൾ നീക്കുന്ന എല്ലാ കളികൾക്കും പിന്നിലും ഈ വിജയലക്ഷ്മിയാണ് പിന്നിൽ നിന്ന് കളിച്ചതെന്ന് പറയും. എന്നിട്ട് വിജയലക്ഷ്മി പറയുന്നുണ്ട്, ബാംഗ്ലൂർ മുതൽ ഞാൻ നിൻ്റെ ഇവിടുത്തെ ഒപ്പം കൂടി നിങ്ങൾ തമ്മിൽ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണാൻ വേണ്ടിയാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കാഞ്ചന പിന്നെയും ചെന്ന് ഒളിഞ്ഞു നോക്കുവാണ്. അപ്പോൾ ഒളിഞ്ഞു നോക്കി നോക്കുമ്പോൾ ചില കള്ളപ്പൂച്ചകളുണ്ട് ഇവിടെ വന്ന് പറയുന്നതൊക്കെ കേൾക്കുമെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഡിവൈസ് എടുത്ത് ഒറ്റ ഏറ് വെച്ച് കൊടുക്കുവാണ് കാഞ്ചനക്കിട്ട്. അയ്യോ പൊത്തോന്നും പറഞ്ഞ് കാഞ്ചന നിലത്ത് വീണ് കിടക്കുന്നു. ഡിവൈസ് ആണെങ്കിൽ പൊട്ടി.
രാധികാമ്മയുടെ ചെവി അടിച്ചു പോകുന്ന സൗണ്ട്. അപ്പോഴത്തേക്ക് അയ്യോ എന്താന്ന് ചോദിക്കുമ്പോൾ പറയും അവിടെ ഏതാണ്ട് ഒരു സൗണ്ട്, പടക്കം പൊട്ടിക്കുന്ന സൗണ്ടും കേട്ടു, പിന്നെ ഒരു പട്ടി മോങ്ങുന്ന സൗണ്ടും കേട്ടു എന്ന് പറയും. പട്ടിയോ? പിന്നെ ഒന്നും കേൾക്കുന്നില്ല, അവിടുന്ന് പറയുന്ന ഒന്നും കേൾക്കുന്നില്ലെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെയും കേൾക്കാം രാധികാമ്മ എന്നും പറഞ്ഞിട്ടുള്ള ആ സൗണ്ട് കേൾക്കും കേട്ടോ. ഇതാ സെയിം സൗണ്ടാണല്ലോ ആ പട്ടി മോങ്ങനെ കുട്ട്. അത് പട്ടി മോങ്ങുന്നല്ല, കാഞ്ചനയാന്ന് പറയുന്നുണ്ട്. നീ എന്താ ഇങ്ങോട്ട് വരുന്നേ? നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് അവിടെ പോയി നിന്ന് അവർ പറയുന്നത് എന്താന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ, എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുവാണോ? ഞാനേ അവർ പറയുന്ന ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ പോയതാ. ഗീതുപ്പാപ്പ ഒരു എഴുതാണ്ടെടുത്ത് എൻ്റെ പുറത്തിട്ട് നിങ്ങളവിടെ വെച്ചിരുന്ന അതെടുത്ത് എൻ്റെ പുറത്തിട്ട് ഒറ്റ ഏറ് വെച്ച് തന്നു. അതാ കണ്ടോ, ഇത് കണ്ടോ, എൻ്റെ നെറ്റി കണ്ടോ മുഴച്ചിരിക്കുന്നേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുവാണ്. നീ ഇനി ഇവിടെ കിടന്ന് വട്ടം ചുറ്റാ, നീ വേഗം പോയേന്ന് പറഞ്ഞിട്ട് വരുൺ ഓടിച്ചു വിടുക കേട്ടോ കാഞ്ചനേനെ. അല്ലെങ്കിൽ കാഞ്ചന ഇനി പറയുമല്ലോ എന്തെങ്കിലും അവർക്ക് ഇവരുടെ കള്ളത്തരം പൊളിഞ്ഞാലോ എന്ന് ഓർത്തിട്ട്, കണ്ടുപിടിച്ചാലോ എന്ന് ഓർത്തിട്ട്. പക്ഷെ ഡിവൈസ് പൊട്ടി പോവുകയും ചെയ്തു. പക്ഷെ പിന്നെ അവർക്ക് അവർ പറയുന്നൊന്നും കേൾക്കാൻ പറ്റത്തില്ലല്ലോ. രഞ്ജുവിനോട് പറയാണ് നീ ഇവിടെ നിൽക്കണ്ട, നീ എൻ്റെ ഉടുത്തിൽ തന്നെ പോരെ എന്നൊക്കെ പറയുന്നുണ്ട് വിജയലക്ഷ്മി. അപ്പം ഇത് പറയുന്നത് എന്താണേലും വരുന്നില്ല, അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ആക്കണ്ട, എല്ലാ പ്രശ്നങ്ങളും ഇവിടെ സോൾവ് ചെയ്യാൻ വേണ്ടിയല്ലേ രഞ്ജുവിനെ നമ്മൾ കൊണ്ടുവന്നത്, അത് അങ്ങനെ തന്നെ മതി എന്ന് പറയുന്നു. മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട് വിഷമിപ്പിക്കരുത് നമ്മൾ ഇങ്ങനെ നീ കാരണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുവാണ്. ഇത് അതേ സമയമാണ് ഗോവിന്ദ് വരുന്നത്. ഇവിടെ ആരോ വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞാണ് ഗോവിന്ദ് വരുന്നത്. അപ്പോൾ ഈ ഡ്രൈവറെ കാണിക്കുന്നുണ്ട് വിജയലക്ഷ്മി. ഇതുവരെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഗോവിന്ദ് കയറി വരുന്നത്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട് എത്രയും വേഗം ഗീതുവിനോട് വന്ന് വണ്ടി എടുക്കാൻ പറയണം. ഗീതു വന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഈ പെൻഡ്രൈവ് കുത്തുമ്പോൾ ആദ്യം ഒരു പാട്ടാണ് കേൾക്കുന്നത്, പിന്നെ ഞാൻ പറയുന്നത് കേൾക്കൂ എന്നൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ അയ്യപ്പേട്ടന് ഭയങ്കര ഒരു സന്തോഷമൊക്കെ ആകുമോ. എന്നിട്ട് പറയും ഗീതുവിൻ്റെ സ്കൂട്ടി കണ്ടു കഴിഞ്ഞാൽ ഇനി അവൾ അതെടുത്തിട്ട് പോകും, അതുകൊണ്ട് ഞാനിത് വേഗം മാറ്റി വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് അത് മാറ്റിക്കൊണ്ട് പോകുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ട് വേഗം വണ്ടി തിരിച്ചിടാൻ. അപ്പോഴത്തേക്കും ഈ അയ്യപ്പണ്ണൻ എന്താ പറഞ്ഞത്, ഇനി അവൻ ആ വണ്ടി തിരിച്ചിട്ട് കഴിഞ്ഞാൽ അവനല്ലേ കേൾക്കുള്ളൂ, അപ്പം വേണ്ട എന്നാൽ ശരി എന്നാൽ ഈ പിന്നെ വണ്ടി തിരിച്ചിടണ്ട എന്ന് തന്നെയാണ് പറയുന്നത്. അതേശേഷം ഇവരൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് ഗോവിന്ദ് അകത്തേക്ക് കയറി വരുമ്പോഴാണ് വിജയലക്ഷ്മിനെ കാണുന്നത്. ശരിയാ നിങ്ങൾ പറഞ്ഞു, മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ പിന്നെ ഇങ്ങോട്ട് വന്നേക്കുന്നേ എന്ന് ചോദിച്ചിട്ടാണ് വിജയലക്ഷ്മിയുടെ അടുത്ത് വന്നിട്ട് ഗോവിന്ദ് പറയുന്നത്. എന്നിട്ട് വിജയലക്ഷ്മിയുടെ അടുത്ത് ഗോവിന്ദ് ഇങ്ങനെ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്, ഗീതുവിനോടും ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. നീ ഓരോ വയ്യാവേലും ഒക്കെ ഇങ്ങനെ ഒപ്പിച്ചു വയ്ക്കും, അതിൻ്റെ പുറകെ പിന്നെയും തൂങ്ങേണ്ടത് ഞാനാന്ന് പറഞ്ഞിട്ട് ഗീതുവിൻ്റെ അടുത്ത് ദേഷ്യപ്പെടും. അപ്പം ഗീതു മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. എന്നാലും കണ്ണേട്ടാ ഞാനല്ലേ സ്നേഹത്തോടെ എല്ലാവരോടും പെരുമാറുന്ന അല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഗീതു ഇങ്ങനെ പറയുന്നുണ്ട്. നീ ഓരോന്ന് ഒപ്പിച്ചു വയ്ക്കുമെന്ന് പറഞ്ഞ് ഗോവിന്ദ് ദേഷ്യപ്പെടുകയാണ്. വിജയലക്ഷ്മിയോടും ദേഷ്യപ്പെടുന്നു. രാധികാമ്മയാണ് ഇവരെ ഇങ്ങോട്ട് വിജയലക്ഷ്മിനെ സന്തോഷത്തോടു കൂടിയാണ് വീട്ടിൽ കയറ്റിയെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഗോവിന്ദ് അങ്ങ് വിശ്വാസമാവുന്നില്ല. ശരിക്കും രാധികാമ്മ തന്നെയാണ് വിജയലക്ഷ്മിനെ ഉള്ളിലേക്ക് സന്തോഷത്തോടു കൂടി ക്ഷണിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് അപ്പോഴത്തേക്കും ഗോവിന്ദിന് വിശ്വാസമാവുന്നില്ല. അപ്പം ഗോവിന്ദ് അതിന് മുന്നേ ചോദിക്കുന്നുണ്ട് രാധികാമ്മ നിങ്ങളെ കണ്ടോ എന്നൊക്കെ ചോദിക്കും. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്നൊക്കെ ഈ ഗോവിന്ദ് ദേഷ്യപ്പെടുന്നു കഴിയുമ്പോഴത്തേക്കും വിജയലക്ഷ്മി പറയും എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങളുടെ അടുത്തെന്നും പറഞ്ഞിട്ട് വിജയലക്ഷ്മിയോട് ഗോവിന്ദ് പറയുകയാണ്. എന്നിട്ട് ഗോവിന്ദ് പറയും നിങ്ങൾ വേഗം പുറത്തേക്ക് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് ഗോവിന്ദ് പുറത്തേക്ക് ഇറങ്ങി പോകുവാണ്. അതേസമയം വിജയലക്ഷ്മി എൻ്റെ അടുത്ത് പറയുന്നത് അവൻ എൻ്റെ അടുത്ത് ഇപ്പോൾ ചൂടായില്ല, തിരിച്ച് ഞാൻ രണ്ടെണ്ണം അവൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ ആ വഴി പോകും, ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നിട്ട് നിങ്ങളെ വിളിക്കുകയുള്ളൂ കേട്ടോ എന്ന് പറയും. എന്നിട്ട് ഗീതു പറയും ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി ഇനി ഞാൻ കേൾക്കേണ്ട വരും കേട്ടോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വിജയലക്ഷ്മി പറയും എനിക്കറിയാം നീ ഞങ്ങൾക്ക് വേണ്ടിയല്ലേ നീ ബുദ്ധിമുട്ടുന്നതെന്ന് പറഞ്ഞിട്ട് ഗീതുവിൻ്റെ നെറ്റിത്തൊരു ഉമ്മയൊക്കെ വെച്ച് കൊടുക്കുവാണ്. എന്നിട്ട് വിജയലക്ഷ്മി ധൈര്യം സംഭരിച്ച് അവൻ പറയുന്ന എന്താണോ അവർ ബാക്കി എനിക്ക് പറയണമല്ലോ, ധൈര്യം സംഭരിച്ച് വെച്ചിട്ട് അങ്ങ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതാണ് കാണുന്നത്. നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേന്നൊക്കെ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്. ഞാൻ ഫോൺ വിളിച്ചിട്ട് നീ എടുക്കാത്തതുകൊണ്ട് അത് എനിക്കപ്പോൾ നിങ്ങൾ വിളിച്ചപ്പോൾ എനിക്ക് എടുക്കാൻ തോന്നിയില്ല എന്ന് പറയുന്നു. അതിനുശേഷം പറയുന്നുണ്ട് രാധികാമ്മയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം രാധികാമ്മ അറിഞ്ഞു, രഞ്ജു എൻ്റെ മോളാന്നുള്ള കാര്യം അറിയാമെന്ന് പറയും. അത് രാധികാമ്മയ്ക്ക് അറിയാവോ എന്നും ചോദിച്ചിട്ട് ഗോവിന്ദ് പിന്നെ ഒരു ഞെട്ടിലാട്ടോ. അത് അവർക്ക് അറിയാം എന്ന് പറയുന്നു. രാധികാമ്മയ്ക്ക് എല്ലാം അറിയാം എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് പ്രിയയ്ക്ക് ഇത്ര ദേഷ്യം, പ്രിയയോട് ഓരോന്നൊക്കെ നുണയൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കാൻ നോക്കുന്ന രാധികാമ്മ എന്ന് പറയും. അപ്പോൾ ചോദിക്കും പ്രിയയോട് എന്തിനാ ആ രാധികാമ്മ അങ്ങനെ പറയുന്നത്, പ്രിയേനെയും രഞ്ജുവിനെയും നിനക്ക് ഒരുപോലെയല്ലേ, അതുകൊണ്ട് തന്നെ രാധികാമ്മ അവരെ തമ്മിൽ വഴക്കുണ്ടാക്കിക്കാൻ നോക്കുന്നതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയും ഞാൻ നിൻ്റെ അടുത്തൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാന്ന് പറയും. എന്ത് കാര്യമാണെന്ന് ചോദിക്കും. അപ്പോൾ പറയും അനാർക്കലി എന്നെ വിളിച്ചിരുന്നു എന്ന് പറയും. അനാർക്കലിയോ എന്ന് ചോദിച്ചിട്ട് ഗോവിന്ദ് അങ്ങ് ഞെട്ടി നിൽക്കുക കേട്ടോ. അതെ അനാർക്കലി, എനിക്ക് നിൻ്റെ അടുത്ത് കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോൾ അനാർക്കലിയോ എന്ന് ചോദിച്ചിട്ട് ഗോവിന്ദ് ഞെട്ടി നിൽക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. അപ്പം ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം.